ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ നിന്ന് CPM പരസ്യമുണ്ട്. പക്ഷേ മുസ്ലിം മാനേജ്മെന്റിന് 2 പത്രങ്ങൾ കൊടുത്ത പരസ്യത്തിൽ മാത്രമേ ഈ സന്ദീപ് വിഷയം ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു തരത്തിൽ പറയുന്ന വർഗീയതയിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന CPM തന്നെ ഈ രീതിയിൽ പെരുമാറുന്നു എന്നാണ് ആക്ഷേപം. ഇല്ല, മനോരമ ചാനലുകാർ ഇത് ചോദിക്കുന്നത് എനിക്കറിയാം. കാരണം മനോരമയ്ക്ക് ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ മനോരമയ്ക്ക് കൊടുക്കില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മനോരമ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ഇലക്ഷൻ നോട്ടീസായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പം അതിൻ്റെ ഒരു വേദന നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. മറ്റൊന്നെന്താ ചോദിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെന്ത് പരസ്യം കൊടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ത് പരസ്യം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടല്ല. ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ ഇപ്പോ RSSൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊന്നും പുതിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരു പുതിയ കാര്യം എഴുതി ചേർത്തിട്ടില്ല. ആ കാര്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ പരസ്യം തന്നിട്ടില്ലേ? മനോരമ പത്രത്തിന്റെ മുതലാളി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പറഞ്ഞ ഒരു പത്ര മുതലാളി ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവർക്ക് പരസ്യം കൊടുത്തിട്ടില്ലേ? ഏതെങ്കിലും മാനേജ്മെന്റ് എന്ന് നോക്കിയിട്ടാണോ? നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അതായത് നിങ്ങൾ UDFന് വേണ്ടി ശബ്ദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ UDFന്റെ വക്താക്കളായി ഇവിടെ നിൽക്കുന്നു മനോരമ. അതാണല്ലോ ഈ കാലം അത്രയും തുടർന്ന്. ഇനിയും അത് തുടരുന്നറിയാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നാളത്തെ ദിവസം നിങ്ങൾ പലതും ഇല്ലാ കഥകൾ കൊണ്ടുവരും. അത് ഞങ്ങൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ എതിരെ കെട്ടിച്ചമച്ച കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള അതേ കഥകൾ നാളെയും പ്രതീക്ഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകർക്കും ഈ നാട്ടിലെ വോട്ടർമാർക്കും നല്ല ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടർ ഈ മാധ്യമ രംഗത്തുണ്ട്. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല കേട്ടോ.